ഈശ്വര. ആർക്കാടി ഇതവിടെ മാറ്റിയിട്ടിരുന്നേ? നിന്റെ മുഖത്തെന്താ കണ്ണില്ലേ? എല്ലാം കൂടി ഇന്ന് ചെയ്യണ്ട, നാളെ നനച്ചാ മതിയെന്ന് ശ്രീദേവിയാ പറഞ്ഞത്. അവിടെ ഒരു ചീദേവി. അവൾ ആരാടി നിന്റെ? ഇവിടെ ഞാനാണോ അവളാണോ നിന്റെ അമ്മായിമ്മ? എന്തിനാ നാളെ ആക്കുന്നേ? കൊച്ചമ്മയുടെ സൗകര്യം പോലെ ചെയ്താൽ മതി കേട്ടോ. അതുവരെ ബാക്കിയുള്ളവരോട് തുണി കൊടുക്കാണ്ട് നിന്നോളാം. ദേ ആ ഊരുമ്പട്ടോട് പറയുന്ന കേട്ടോണ്ട് നെകളിക്കാൻ നിന്നാലുണ്ടല്ലോ, നോക്കിയാൻ പിടിച്ചെടുക്കും. എന്തൊരു ഗതികേട്. കല്യാണം നടക്കാൻ പോകുന്ന വീടാ. ഒരു 100 കൂട്ടം പണിയുണ്ട് ചെയ്തു തീർക്കാൻ. വീടൊക്കെ അടിച്ചു അടയ്ക്കണം, നെല്ല് പുഴുങ്ങണം, തിന്നുകയും കുടിക്കുകയും ചെയ്ത പാത്രമൊക്കെ അടുക്കളക്കകത്ത് കൂട്ടിയിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരച്ചും പിഴിഞ്ഞ് നിന്നാലേ നിന്റെ മറ്റോ ഒന്നും ചെയ്യൂടി അതൊക്കെ. ചേട്ടന്റെയും പിള്ളേരുടെയും മാത്രമല്ലല്ലോ, ഇവിടെയുള്ള എല്ലാവരുടെയും എഴുപ്പ് ഞാനല്ലേ അലക്കേണ്ടത്. ഈശ്വര, എന്തൊരു തലവിധി. കാശിന് വകയില്ലാത്ത നിന്നെ പിന്നെ ഇവിടെ കോട്ടപ്പുറത്തെ കെട്ടിലമ്മയാക്കുമെന്ന് വിചാരിച്ചോ? ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ടല്ലേ നിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്തത്? ദേ മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ച് നിന്നാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും. ഓ വന്നു ഭദ്രകാളി. ഞാനിവിടെ പറഞ്ഞതൊക്കെ പൊടുപ്പും തൊങ്ങലും കെട്ടി അവളോട് പറഞ്ഞില്ല, വഴക്കുണ്ടാക്കിയുണ്ടല്ലോ. ബാക്കി ഞാൻ അപ്പ പറയാം. ചന്ദ്രേച്ചി, ഇതാ പ്രസാദം. ഭഗവതിക്കാവില് മണിക്കുട്ടിന് വേണ്ടിയിട്ട് നിർമ്മാണ ചാർത്തി. പിറന്നാളുകാരൻ ഇവിടെ കാണുന്നില്ലല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. എന്നോട് വിളിക്കണ്ട. തള്ള വല്ലതും കുത്തി പറഞ്ഞ് നോയിച്ചു കാണും അല്ലേ?